കഴിഞ്ഞ ദിവസം നമ്മൾക്ക് സർവീസിന് വന്ന മക്കിറ്റയുടെ ഒരു ഇമ്പാക്ട് റേഞ്ചാണ് 285 ആണോ 300 ആണോ എന്ന് അറിഞ്ഞുകൂടാ. 285 എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. പക്ഷേ വെച്ചാൽ അതിൻ്റെ എല്ലാം തന്നെ മാഞ്ഞു പോയിരിക്കുന്നു. വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ ഗണ്ണുള്ളത്. കാരണം ഇത്രയും എനിക്ക് തോന്നുന്നത് ഇതൊരു 5 വർഷങ്ങളായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. എങ്ങനെ പോയാലും 26 രൂപ ലെവലിലൊക്കെ ആയിരിക്കും ഇവർ വാങ്ങിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അവർ നന്നായിട്ട് ഉപയോഗിച്ചു. ഇത് ബോട്ട് യാർഡിൽ ഉപയോഗിക്കുന്നതാണ്, ബോട്ടിൻ്റെ ടെക്നീഷ്യന്മാർ ഉപയോഗിക്കുന്നതാണ്. യുച്ചായ് എൻജിൻ പണിയുന്നവരുടെ ഗണ്ണാണിത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾക്ക് ഈ ഗണ്ണിൻ്റെ ശോചനീയാവസ്ഥ പറഞ്ഞാൽ ഇതിപ്പോൾ വെറുതെ എനിക്കെടുത്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ ഗണ്ണ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചതന്നെ. പക്ഷേ ഈ ഗണ്ണ് തരുമ്പോൾ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ നിൽപ്പുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലാണ് ഇവർ നമ്മുടെ സാധാരണ ഗറാഷിൽ വർക്ക് ചെയ്യും പോലെയല്ല ഇവരുടെ അവസ്ഥ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗണ്ണ് ഇവരുടെ കയ്യിൽ നിന്ന് തെന്നിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് പോവുക. എഞ്ചിൻ്റെ അടിയിലുള്ള ഭാഗങ്ങളിൽ ഓയിലിലോ വെള്ളത്തിലൊക്കെയാണ് പോവുക. അവർക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. കാരണം അവരാ ഗണ്ണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കോഡ്ലെസ് റൺ ഗണ്ണ് ഇറങ്ങിയ സമയത്തൊക്കെ വാങ്ങി ഉപയോഗിച്ച് തുടങ്ങിയതാണ് ഈ പ്രശാന്തൊക്കെ, ജോബിയും പ്രശാന്തും ഒക്കെ. അപ്പോൾ അവരാണ് ആദ്യം വാങ്ങിച്ചത്, മുൻപത്തെ ആദ്യമായിട്ട്. അതിനുശേഷമാണ് മറ്റു പലരും വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇവരുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒന്നും ചെയ്യാനില്ല. ബോട്ടിൻ്റെ സ്റ്റോറും ബാക്കിയുള്ള വീൽ ഹൗസും എല്ലാം നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എൻജിൻ റൂമിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടക്കില്ല. ഇത് ഈ കാണുന്നത് ഇപ്പോൾ 18 വർഷം പഴക്കമുള്ള ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എങ്കിലും വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന 18 വർഷം അതിൽ കുഴുക്കൂല നിൽക്കുന്ന ബോട്ടാണ്. മുൻപത്തെ ആദ്യകാല വലിയ ബോട്ടിലൊന്നാന്ന് പറയുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ടെക്നീഷ്യന്മാരുടെ ആ ഗതികേടുകൾ മനസ്സിലാക്കണം. അവർക്ക് എപ്പോഴും അങ്ങനെ ടൂൾസ് സൂക്ഷിക്കാൻ പറ്റണമെന്നില്ല.